എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ നല്ലൊരു അയലക്കറിയാണ് വെക്കുന്നത്. അയല നല്ലപോലെ ക്ലീൻ ചെയ്ത് കറിക്ക് പാകത്തിനൊന്ന് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി കറിക്ക് വേണ്ടി ഒരു 20 ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നമ്മൾ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. പിന്നെ തേങ്ങ, കറിവേപ്പില, പച്ചമുളക് ആകെ ഒരു 2 എണ്ണമാണ് കീറിയെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 4 കുടംപുളി. തേങ്ങ ആദ്യം തന്നെ നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരു അരമുറി തേങ്ങയാണ് നമ്മളിവിടെ ചിരണ്ടി എടുത്തിട്ടുള്ളത്. ഇനി വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അടുത്തായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി അടുത്തായിട്ട് വേണ്ടത് മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടി ഒരു 1/2 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കറി തയ്യാറാക്കാം. അതിനായിട്ട് ചട്ടി ആദ്യം തന്നെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളം നല്ലപോലെ ഒന്ന് പറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഇനി നന്നായിട്ടൊന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ നമ്മളിന്ന് കടുക് ചേർത്ത് വെക്കുന്നതെന്ന് മാത്രം. കടുകെല്ലാം ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ആദ്യം തന്നെ ഒന്ന് ചേർത്ത് കൊടുക്കാം. മുളകിൻ്റെ പുറം ഭാഗം എല്ലാം നന്നായിട്ടൊന്ന് പൊള്ളി വന്നു കഴിഞ്ഞാൽ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഏറ്റവും അവസാനമായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ഒരു പച്ചമണം മാറുവോളം ഒന്ന് മൂപ്പിച്ചെടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് മൂപ്പിക്കണമെന്നേ ഉള്ളൂ. ഇതിൻ്റെ നിറമൊന്നും പോകാത്ത രീതിയിൽ പച്ചമണം ഒന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി. ലാസ്റ്റായിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പാകത്തിനൊന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അരപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരപ്പ് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കണം. നമുക്കിനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നമ്മൾ ഈ അരപ്പ് വെള്ളം ചേർത്താണ് അരച്ചിട്ടുള്ളത്. ഇനി എണ്ണയിലിട്ട് വഴറ്റുന്ന സമയത്ത് ആ വെള്ളമയം എല്ലാം മാറി നന്നായിട്ട് ഇതൊന്ന് കുറുകി വരും. അതുവരെയാണ് നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടത്. നമ്മുടെ അരപ്പ് അങ്ങനെ പാകത്തിനൊന്ന് മൂത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഒരു 2 കപ്പ് വെള്ളമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കറിക്ക് വേണ്ടുന്നത്രയും ചാറാക്കി കഴിഞ്ഞാൽ നമുക്കിതിൽ നിന്ന് തിളച്ച് വന്നാൽ മാത്രം മതി. ഇനി ചേർത്ത് കൊടുക്കാനായിട്ടുള്ളത് ഉപ്പാണ്. ഒരു 1.5 സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. കറി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിന് തിളയ്ക്കാനായിട്ട് വെക്കാം. ഏറ്റവും ലാസ്റ്റായിട്ട് കുറച്ച് പുളി, ഒരു 4 പുളി നമ്മൾ എടുത്ത് വെച്ചിരുന്നു, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ കറി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്ത് കൊടുക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ചാറ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീൻ ഇട്ടതിന് ശേഷം ഒരുപാട് അങ്ങനെ ഇട്ട് ഇളക്കാൻ പാടില്ല. മീനെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് നമുക്കിനി നല്ലപോലെ ഒന്ന് തിളയ്ക്കാനായിട്ട് വെക്കാം. നമ്മുടെ കറി അങ്ങനെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് തിളച്ചാൽ തന്നെ നമ്മുടെ മീൻ വേവും. ഇനി മീൻ വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും തവിയിട്ട് ഇളക്കാൻ പാടില്ല. മീനെല്ലാം പൊടിഞ്ഞു പോവും. അതുകൊണ്ട് ചട്ടിയുടെ 2 സൈഡിൽ പിടിച്ച് ചെറുതായിട്ടൊന്ന് കുലുക്കി കൊടുത്താൽ മതി. നമ്മുടെ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അടുപ്പത്തുനിന്ന് വാങ്ങിയിട്ടുണ്ട്. ഇനി ഏറ്റവും ലാസ്റ്റായിട്ട് നല്ല പച്ച വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതും കൂടി ഒഴിച്ചു കൊടുത്താലാണ് മീൻ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഒഴിച്ചു കൊടുത്തതിന് ശേഷം ചെറുതായിട്ട്
ചാറൊന്ന് മേലെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ തന്നെ അത് മിക്സ് ആയിക്കോളും. അയലയോ വലിയ മീനൊക്കെ ഇതുപോലെ ഒന്ന് കറി വെച്ച് നോക്കണേ, അടിപൊളിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് കൂടി തരണേ. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.